ഹായ്, നമസ്തേ. ഒരു യോഗിയുടെ ആത്മകഥ, അദ്ധ്യായം 20. ഞങ്ങൾ കാശ്മീർ സന്ദർശിക്കുന്നില്ല. അച്ഛാ, എൻ്റെ വേനലവധിക്കാലത്ത് ഹിമാലയ താഴ്വരകളിലേക്ക് ഒരു യാത്രയിൽ എന്നോടൊപ്പം കൂടാൻ ഗുരുദേവനെയും 4 സുഹൃത്തുക്കളെയും ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാശ്മീരിലേക്ക് 6 റെയിൽവേ പാസുകളും യാത്രയ്ക്ക് ആവശ്യമുള്ള പണവും അങ്ങ് തരുമോ? ഞാൻ പ്രതീക്ഷിച്ച മാതിരി അച്ഛൻ ഹൃദയം തുറന്നു ചിരിച്ചു. ഇതു 3ാമത്തെ തവണയാണ് നീ എന്നോട് ഇതേ കെട്ടുകഥ പറയുന്നത്. കഴിഞ്ഞ വേനൽക്കാലത്തും അതിൻ്റെ മുൻകൊല്ലവും ഇതേപോലുള്ള അപേക്ഷ നീ നടത്തിയില്ലേ? അന്ത്യനിമിഷത്തിൽ ശ്രീ യുക്തേശ്വരജി പോകാൻ വിസമ്മതിക്കും. ശരിയാണ് അച്ഛാ. എൻ്റെ ഗുരുദേവൻ എന്താണ് കാശ്മീർ കാര്യത്തിൽ തീർച്ചയൊന്നും പറയാത്തത് എന്നറിഞ്ഞുകൂടാ. അങ്ങയുടെ കയ്യിൽ നിന്ന് പാസുകൾ വാങ്ങിക്കഴിഞ്ഞുവെന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്രാവശ്യം യാത്രയ്ക്ക് അദ്ദേഹം എങ്ങനെയെങ്കിലും സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നു. അച്ഛന് അപ്പോൾ വിശ്വാസമായില്ല. പക്ഷേ അടുത്ത ദിവസം ഏതാനും കൊള്ളിവാക്കുകൾ കളിയായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ കയ്യിൽ 6 പാസുകളും ഒരു കെട്ട് 10 രൂപ നോട്ടും ഏൽപ്പിച്ചു. നിന്റെ ഈ വെറും സൈദ്ധാന്തിക തലത്തിലൊതുങ്ങുന്ന യാത്രകൾക്ക് ഇത്തരം പ്രായോഗിക സഹായങ്ങൾ വേണ്ടിവരുമെന്ന് ഞാൻ കരുതുന്നില്ല, അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എങ്കിലും ഇവ ഇരിക്കട്ടെ. അന്നു വൈകുന്നേരം എൻ്റെ കൊള്ള മുതൽ ഞാൻ ശ്രീ യുക്തേശ്വരൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. എൻ്റെ അതിയായ ഉത്സാഹത്തിൽ അദ്ദേഹം പുഞ്ചിരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉറപ്പൊന്നുമുണ്ടായിരുന്നില്ല. എനിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്, നോക്കട്ടെ. ആശ്രമബാലനായ കനായിയോട് ഞങ്ങളുടെ കൂടെ വരാൻ ഞാൻ പറഞ്ഞപ്പോൾ ഗുരുദേവൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. രാജേന്ദ്രനാഥ മിത്ര, ജ്യോതിൻ അഡ്ഡി, വേറൊരു പയ്യൻ എന്നീ 3 സുഹൃത്തുക്കളെയും ഞാൻ ക്ഷണിച്ചു. യാത്രാ ദിവസം അടുത്ത തിങ്കളാഴ്ച എന്നുറപ്പിച്ചു. ശനിയും ഞായറും ഞാൻ കൽക്കത്തയിൽ തങ്ങി. അവിടെ എൻ്റെ കുടുംബ ഭവനത്തിൽ ഒരു അടുത്ത ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങുകൾ ആഘോഷിക്കപ്പെടുകയായിരുന്നു. തിങ്കളാഴ്ച അതിരാവിലെ എൻ്റെ സാധന സാമഗ്രികളുമായി ഞാൻ ശ്രീരാമപുരത്തെത്തി. രാജേന്ദ്രൻ എന്നെ ആശ്രമ കവാടത്തിൽ വച്ചു കണ്ടു. ഗുരുദേവൻ പുറത്തു നടക്കാൻ പോയിരിക്കുകയാണ്. അദ്ദേഹം പോകാൻ തയ്യാറല്ല. എനിക്കു സങ്കടവും വാശിയും ഒരുപോലെ തോന്നി. കാശ്മീരിലേക്കുള്ള എൻ്റെ വെറും ഭ്രാന്തൻ പദ്ധതിയെ കളിയാക്കാൻ അച്ഛന് 3ാമതൊരു അവസരം ഞാൻ കൊടുക്കുകയില്ല. ബാക്കിയുള്ള നമുക്ക് പോകണം. രാജേന്ദ്രൻ സമ്മതിച്ചു. ഒരു വേലക്കാരനെ കണ്ടുപിടിക്കാൻ ഞാൻ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി. ഗുരുദേവനില്ലാതെ കനായ് വരികയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. യാത്രാ സാമഗ്രികൾ സൂക്ഷിക്കാൻ ഒരാൾ വേണം താനും. പണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ജോലിക്കാരനായിരുന്നവനും ഇപ്പോൾ ശ്രീരാമപുരത്തെ ഒരു അധ്യാപകന്റെ ജോലിക്കാരനും ആയ ബിഹാരിയെ ഞാൻ ഓർമ്മിച്ചു. ഞാൻ വേഗം നടന്നു നീങ്ങിയപ്പോൾ ശ്രീരാമപുരം കോടതിക്ക് അടുത്തുള്ള ക്രിസ്തീയ ദേവാലയത്തിനു മുന്നിൽ വെച്ച് ഗുരുദേവനെ കണ്ടുമുട്ടി. നീ എങ്ങോട്ടാണ്? ശ്രീ യുക്തേശ്വരൻ പുഞ്ചിരിച്ചില്ല. പ്രഭോ, അങ്ങും കനായിയും നാം പരിപാടിയിട്ട യാത്രയ്ക്ക് വരുന്നില്ല എന്നു ഞാൻ കേൾക്കുന്നു. ഞാൻ ബിഹാരിയെ അന്വേഷിക്കുകയാണ്. അങ്ങ് ഓർക്കുന്നുണ്ടാവും, കാശ്മീർ കാണാനുള്ള താല്പര്യക്കൂടുതൽ കൊണ്ട് ശമ്പളം കൂടാതെ തന്നെ വരാമെന്ന് കഴിഞ്ഞ കൊല്ലം അവൻ സമ്മതിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു. എന്നാലും ബിഹാരി വരാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആകെ വിഷമമായി. അവൻ ഇങ്ങനെയൊരവസരത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഗുരുദേവൻ നിശബ്ദനായി നടത്തം തുടർന്നു. ഞാൻ വേഗം ആ അധ്യാപകന്റെ വീട്ടിലെത്തി. മുറ്റത്തു വെച്ച് എന്നെ സ്വീകരിച്ച ബിഹാരിയുടെ സൗഹാർദ്ദപരമായ ഊഷ്മളത കാശ്മീർ എന്ന വാക്ക് ഞാൻ ഉച്ചരിച്ചതോടെ പെട്ടെന്നു മറഞ്ഞു. ഒരു ക്ഷമാപണം പിറുപിറുത്തുകൊണ്ട് ആ ജോലിക്കാരൻ തൻ്റെ യജമാനന്റെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. യാത്രയ്ക്ക് തയ്യാറാവുകയായതുകൊണ്ടാവും ബിഹാരി താമസിക്കുന്നതെന്ന് അസ്വസ്ഥതയോടെ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് ഞാൻ അരമണിക്കൂർ കാത്തുനിന്നു. ഒടുവിൽ ഞാൻ മുൻവശത്തെ വാതിലിൽ മുട്ടി വിളിച്ചു. ബിഹാരി ഒരു 30 മിനിറ്റിനു മുമ്പ് പിൻവാതിലിലൂടെ ഇറങ്ങിപ്പോയല്ലോ, ഒരു മനുഷ്യൻ എന്നെ അറിയിച്ചു. ഒരു ചെറിയ പുഞ്ചിരി അയാളുടെ ചുണ്ടത്ത് തങ്ങി നിന്നു.
എൻ്റെ ക്ഷണം വളരെ നിർബന്ധപൂർവമായി പോയോ, അതോ ഗുരുദേവന്റെ അദൃശ്യമായ സ്വാധീനം പ്രവർത്തിച്ചതായിരുന്നോ എന്നു സംശയിച്ചുകൊണ്ട് ഞാൻ ദുഃഖത്തോടെ മടങ്ങി. ക്രിസ്തീയ ദേവാലയം കടന്നപ്പോൾ ഗുരുദേവൻ എൻ്റെ നേരെ സാവധാനം നടന്നു വരുന്നതായി വീണ്ടും കണ്ടു. എൻ്റെ വിശദീകരണം കേൾക്കാൻ നിൽക്കാതെ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ബിഹാരി പോകുന്നില്ല. ഇനി എന്താണ് പരിപാടി? തന്നെ അടക്കി ഭരിക്കുന്ന അച്ഛനെ എതിർക്കാൻ തീർത്തും ഉറപ്പിച്ച ഒരു ദുർവാശിക്കാരനായ കുട്ടിയെപ്പോലെ ആയിരുന്നു ഞാനെന്ന് തോന്നി. പ്രഭോ, എൻ്റെ അച്ഛൻ്റെ സഹോദരനോട് അദ്ദേഹത്തിൻ്റെ വേലക്കാരൻ ലാൽധാരിയെ ഒന്ന് വിട്ടുതരാൻ ഞാൻ ആവശ്യപ്പെടാൻ പോകുകയാണ്. അദ്ദേഹത്തെ കാണണമെങ്കിൽ കണ്ടോളൂ, പക്ഷേ ആ സന്ദർശനം നിനക്ക് അത്ര രസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ശ്രീ യുക്തേശ്വരൻ അടക്കിയ ചിരിയോടെ പറഞ്ഞു. ആശങ്കയോടെയാണെങ്കിലും ഒട്ടും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ ഞാൻ ഗുരുദേവനെ വിട്ട് ശ്രീരാമപുരം കോടതി കെട്ടിടത്തിൽ കയറി. എൻ്റെ അച്ഛൻ്റെ സഹോദരൻ സർക്കാർ വക്കീലായ ശാരദ ഘോഷ് എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ഞാൻ ഇന്ന് ചില സ്നേഹിതരുമായി കാശ്മീരിന് തിരിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കൊല്ലങ്ങളായി ഞാൻ ഈ ഹിമാലയ പര്യടനത്തിന് കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് അതിൽ സന്തോഷമുണ്ട്. മുകുന്ദ, നിന്റെ യാത്ര കൂടുതൽ സുഖകരമാക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ദയാപരമായ ഈ വാക്കുകൾ എനിക്ക് പ്രോത്സാഹനത്തിൻ്റെ പ്രചോദനം നൽകി. പ്രിയപ്പെട്ട ചെറിയച്ഛ, അങ്ങയുടെ ജോലിക്കാരൻ ലാൽധാരിയെ പറ്റുമെങ്കിൽ ഒന്ന് വിട്ടുതരാമോ? ഞാൻ ചോദിച്ചു. എൻ്റെ ലഘുവായ അപേക്ഷയ്ക്ക് ഒരു ഭൂമികുലുക്കത്തിൻ്റെ ഭവിഷ്യത്താണ് ഉണ്ടായത്. അദ്ദേഹം ഇരുന്നിടത്തുനിന്ന് ചാടിയെഴുന്നേറ്റതിൻ്റെ ശക്തിയിൽ കസേര കീഴ്മേൽ മറിഞ്ഞു. മേശപ്പുറത്തെ കടലാസുകൾ നാലുപാടും പറന്നു. തെങ്ങിൻ തടിയിൽ തീർത്ത അദ്ദേഹത്തിൻ്റെ നീണ്ട ഹുക്ക ഒരു വലിയ കിടുക്കത്തോടെ താഴെ വീണു. എടാ സ്വാർത്ഥിയായ ചെറുക്ക, രോഷത്താൽ വിറച്ചുകൊണ്ട് അദ്ദേഹം ആക്രോശിച്ചു. എന്തൊരു അസംബന്ധമായ ആശയം! നിന്റെ ഒരു വിനോദയാത്രയ്ക്ക് എൻ്റെ വേലക്കാരനെ കൊണ്ടുപോയാൽ എന്നെ ആരു നോക്കും? ഞാൻ എൻ്റെ വിസ്മയം മറച്ചു പിടിച്ചു. ദുർഗ്രാഹ്യതയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ദിവസത്തിലെ മറ്റൊരു കീറാമുട്ടി കൂടി മാത്രമാണ് പ്രിയങ്കരനായ പിതൃസഹോദരൻ്റെ പെട്ടെന്നുള്ള ഭാവപകർച്ച എന്ന് ഞാൻ കരുതി. കോടതിയിൽ നിന്നുള്ള എൻ്റെ പിൻവാങ്ങൽ മാന്യമെന്നതിനേക്കാളേറെ തിടുക്കം പിടിച്ചതായിരുന്നുവെന്നു പറയുന്നതാവും ശരി. ഞാൻ ആശ്രമത്തിൽ തിരിച്ചെത്തി. അവിടെ എൻ്റെ സുഹൃത്തുക്കൾ പ്രതീക്ഷയോടെ കൂടി നിന്നിരുന്നു. ഗുരുദേവന്റെ മനോഭാവത്തിനു പിന്നിൽ എന്തോ തക്കതായ അല്ലെങ്കിൽ അത്യന്തം നിഗൂഢമായ ഒരു ഉദ്ദേശ്യമുണ്ട് എന്ന ഉറച്ച ബോധം എന്നിൽ വളരുകയായിരുന്നു. ഗുരുദേവന്റെ ഇച്ഛയ്ക്കെതിരെ പ്രവർത്തിച്ചതിൽ പശ്ചാത്താപം എന്നിൽ നിറഞ്ഞു. മുകുന്ദ, കുറച്ചു സമയം കൂടി എൻ്റെ കൂടെ കഴിഞ്ഞുകൂടെ? ശ്രീ യുക്തേശ്വരൻ ചോദിച്ചു. രാജേന്ദ്രനും മറ്റുള്ളവരും ഇപ്പോൾ പോയി കൽക്കത്തയിൽ നിന്നെ കാത്തുനിൽക്കട്ടെ. വൈകുന്നേരം അവസാനത്തെ കൽക്കത്ത കാശ്മീർ തീവണ്ടിയിൽ കയറാൻ ധാരാളം സമയമുണ്ടാവും. പ്രഭോ, അങ്ങില്ലാതെ പോകാൻ എനിക്ക് പറ്റില്ല, ഞാൻ വിഷാദത്തോടെ പറഞ്ഞു. എൻ്റെ സ്നേഹിതർ എൻ്റെ വാക്കുകൾ അല്പം പോലും വകവെച്ചില്ല. അവർ ഒരു വണ്ടി വിളിച്ച് എല്ലാ സാധനങ്ങളുമായി യാത്ര തിരിച്ചു. കനായിയും ഞാനും ഗുരുദേവന്റെ കാൽക്കൽ നിശബ്ദമായി ഇരുന്നു. ഒരു അരമണിക്കൂർ നേരത്തെ മൗനത്തിനു ശേഷം ഗുരുദേവൻ രണ്ടാം നിലയിലെ ഊണുമുറിയിലേക്ക് നടന്നു. കനായ്, മുകുന്ദനു ഭക്ഷണം കൊടുക്കൂ, അവൻ്റെ വണ്ടി ഉടനെ തിരിക്കും. കമ്പിളി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ എനിക്ക് പെട്ടെന്നു മനം മറിപ്പും വയറ്റിലെ ഭയങ്കരമായ ഉരുട്ടലും കാരണം കാലുകൾ കുഴഞ്ഞുപോയി. കുത്തുന്നത് പോലുള്ള വേദന അതികഠിനമായിരുന്നതിനാൽ ഏതോ തീക്ഷ്ണമായ നരകത്തിലേക്ക് പെട്ടെന്ന് എറിയപ്പെട്ടതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഗുരുദേവന്റെ അടുത്തേക്ക് കണ്ണു കാണാത്ത മാതിരി തപ്പിത്തടഞ്ഞു നീങ്ങിയ ഞാൻ ഏഷ്യാറ്റിക് കോളറയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ തകർന്നു വീണു. ശ്രീ യുക്തേശ്വരനും കനായിയും കൂടി എന്നെ ഇരിപ്പുമുറിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. വേദനയോടെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഗുരുദേവ, എൻ്റെ ജീവൻ അങ്ങേക്ക് ഞാൻ അടിയറ വയ്ക്കുന്നു. അത് എൻ്റെ ശരീരതീരങ്ങളിൽ നിന്ന്
വേഗം വാർന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ശ്രീ യുക്തേശ്വരൻ എൻ്റെ തല അദ്ദേഹത്തിൻ്റെ മടിയിൽ വെച്ചു. സ്വർഗീയമായ വാത്സല്യത്തോടെ എൻ്റെ നെറ്റി തടവി. കൂട്ടുകാരുമായി സ്റ്റേഷനിൽ ആയിരുന്നുവെങ്കിൽ എന്തു പറ്റുമായിരുന്നുവെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ഈ സമയത്തു യാത്ര ചെയ്യേണ്ട എന്ന എൻ്റെ തീരുമാനത്തെ നീ സംശയിക്കാൻ മുതിർന്നതുകൊണ്ട് എനിക്ക് നിന്നെ ഇപ്പോൾ ഈ വിചിത്രമായ രീതിയിൽ നോക്കേണ്ടി വന്നു. ഒടുവിൽ എനിക്ക് മനസ്സിലായി, മഹാന്മാരായ ആചാര്യന്മാർ സ്വന്തം ശക്തികൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ശരിയാണെന്ന് വിചാരിക്കാത്തതുകൊണ്ട് ആ ദിവസത്തെ സംഭവങ്ങൾ ഒരു വെറും കാഴ്ചക്കാരന് തികച്ചും സാധാരണമായി മാത്രമേ തോന്നുമായിരുന്നുള്ളൂ. എൻ്റെ ഗുരുദേവന്റെ ഇടപെടൽ കണ്ടുപിടിക്കാനാവാത്ത വിധം സൂക്ഷ്മമായിരുന്നു. ബിഹാരിയിലും എൻ്റെ ചെറിയച്ഛനിലും രാജേന്ദ്രനിലും മറ്റുള്ളവരിലും കൂടി അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ പ്രവർത്തിച്ചു. ഞാനൊഴികെ മറ്റെല്ലാവരും ഈ സാഹചര്യങ്ങൾ യുക്തിസഹവും സാധാരണവുമാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ശ്രീ യുക്തേശ്വരൻ സാമൂഹിക കടപ്പാടുകൾ പാലിക്കുന്നതിൽ ഒരിക്കലും വീഴ്ച വരുത്താറില്ലായിരുന്നതിനാൽ അദ്ദേഹം ഒരു ബിഷഗ്വരനെ വിളിച്ചു കൊണ്ടുവരാനും എൻ്റെ ചെറിയച്ഛനെ വിവരം അറിയിക്കാനും കനായിക്ക് നിർദ്ദേശം നൽകി. ഗുരുദേവ, ഞാൻ പ്രതിഷേധിച്ചു. അങ്ങയ്ക്ക് മാത്രമേ എന്നെ സുഖമാക്കാൻ കഴിയൂ. ഏതൊരു ഡോക്ടർക്കും ഭേദമാക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ പോയി കഴിഞ്ഞു. കുഞ്ഞെ, നിന്നെ ഈശ്വരന്റെ കാരുണ്യം കാത്തുരക്ഷിക്കുന്നുണ്ട്. ഡോക്ടറെ പറ്റി വേവലാതി വേണ്ട. അദ്ദേഹം നിന്നെ ഈ നിലയിൽ കാണുകയില്ല. നീ ഇപ്പോഴേ സുഖം പ്രാപിച്ചു കഴിഞ്ഞു. ഗുരുദേവന്റെ ഈ വാക്കുകളോടെ അതികഠിനമായ വേദന വിട്ടുമാറി ഞാൻ ബലഹീനനായി എഴുന്നേറ്റിരുന്നു. ഒരു ഡോക്ടർ ഉടനെ എത്തി എന്നെ ശ്രദ്ധയോടെ പരിശോധിച്ചു. ഏറ്റവും മോശമായ അവസ്ഥ നിങ്ങൾ തരണം ചെയ്തുവെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു. പരിശോധനയ്ക്ക് ഞാൻ സാമ്പിളുകൾ എടുത്തുകൊണ്ടു പോകാം. അടുത്ത ദിവസം രാവിലെ ഡോക്ടർ തിടുക്കത്തിൽ എത്തി. ഞാൻ സന്തോഷവാനായി എഴുന്നേറ്റിരിക്കുകയായിരുന്നു. കൊള്ളാം കൊള്ളാം, നീ ചിരിക്കുകയും വർത്തമാനം പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ മരണവുമായി തൊട്ടുരുമിയ ഒരു കൂടിക്കാഴ്ച ഉണ്ടായില്ല എന്നേ തോന്നൂ. അദ്ദേഹം എൻ്റെ കൈ മൃദുവായി തടവി. പരീക്ഷണങ്ങളിൽ നിന്ന് അസുഖം ഏഷ്യാറ്റിക് കോളറയാണ് എന്ന് കണ്ടുപിടിച്ച ശേഷം നിന്നെ ജീവനോടെ കാണാമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ദൈവീകമായ രോഗവിമോചന വൈഭവമുള്ള ഒരു ഗുരുവിനെ ലഭിച്ച നീ ഭാഗ്യവാനായ ഒരു ചെറുപ്പക്കാരനാണ്. എനിക്ക് അത് തീർത്തും ബോധ്യമായി. ഞാൻ പൂർണ്ണമായി യോജിച്ചു. ഡോക്ടർ പോകാൻ ഭാവിച്ചപ്പോൾ രാജേന്ദ്രനും ആഡ്സിയും വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഡോക്ടറെയും പിന്നീട് ഏതാണ്ട് വിളറിയ എൻ്റെ മുഖവും കണ്ടപ്പോൾ അവരുടെ മുഖത്തെ അമർഷം അനുകമ്പയായി മാറി. പറഞ്ഞിരുന്നതനുസരിച്ച് നീ കൽക്കത്ത സ്റ്റേഷനിൽ എത്താഞ്ഞപ്പോൾ ഞങ്ങൾക്കു ദേഷ്യം തോന്നി. നിനക്കു സുഖമില്ലായിരുന്നോ? അതെ, തലേ ദിവസം വച്ചിരുന്ന അതേ മൂലയിൽ എൻ്റെ കൂട്ടുകാർ സാധന സാമഗ്രികൾ തിരിച്ചു വയ്ക്കുന്നത് കണ്ടപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പരാവർത്തനം ചെയ്തു പറഞ്ഞു. സ്പെയിനിലേക്കൊരു പായ്ക്കപ്പൽ പണ്ടൊരിക്കൽ വിട കൊണ്ടു. അതാഴി കടന്നങ്ങെത്തും മുമ്പേ അമ്പേ ഇങ്ങു തിരിച്ചെത്തി. ഗുരുദേവൻ മുറിയിലേക്ക് കടന്നു വന്നു. രോഗാവസ്ഥയ്ക്കു ശേഷം ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരാളിൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് സ്വയം നൽകിക്കൊണ്ട് ഗുരുദേവന്റെ കൈ ഞാൻ സ്നേഹപൂർവം കടന്നു പിടിച്ചു. ഗുരുജി, ഞാൻ പറഞ്ഞു, എൻ്റെ 12ാമത്തെ വയസ്സു മുതൽ ഹിമാലയത്തിലെത്താൻ ഞാൻ പരാജയമടഞ്ഞ പല ശ്രമങ്ങൾ നടത്തി. അങ്ങയുടെ ആശീർവാദമില്ലാതെ ദേവി പാർവതി എന്നെ സ്വീകരിക്കുകയില്ലെന്ന് ഒടുവിൽ എനിക്കു നല്ല ബോധ്യമായി. വാച്യാർത്ഥം: പർവ്വതത്തിൻ്റേത്. പുരാണങ്ങളിൽ പാർവതിയെ ടിബറ്റൻ അതിർത്തിയിലുള്ള ഒരു കൊടുമുടി വാസസ്ഥാനമായുള്ള രാജ ഹിമവാന്റെ പുത്രിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്രാപ്യമായ ആ ഗിരിശൃംഗത്തിൻ്റെ താഴെക്കൂടി പോകുന്ന അത്ഭുത പരതന്ത്രരായ യാത്രക്കാർ അങ്ങകലെ മഞ്ഞിൻ താഴികക്കുടങ്ങളും ഗോപുരങ്ങളുമുള്ള കൊട്ടാര സദൃശമായ ഹിമരൂപങ്ങൾ കാണുന്നു. പാർവതിയും കാളിയും ദുർഗയും ഉമയും മറ്റു ദേവിമാരും ജഗന്മാതാവിൻ്റെ അഥവാ ദിവ്യജനനിയുടെ പ്രത്യേക ധർമ്മങ്ങളുടെ വിവിധ ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. ഈശ്വരൻ അഥവാ ശിവൻ തൻ്റെ ഇന്ദ്രിയാതീതമായ ഭാവത്തിൽ പരാഭാവത്തിൽ
സൃഷ്ടിയിൽ നിഷ്ക്രിയനാണ്. അദ്ദേഹത്തിന്റെ ശക്തിയെ ശിവപത്നി, അതായത് പ്രപഞ്ചത്തിന്റെ അനന്തവികാസം സാധ്യമാക്കുന്ന ഉൽപാദനക്ഷമമായ സ്ത്രീ ശക്തിയായി സങ്കല്പിച്ച് അവൾക്ക് ഒരു പിന്നണി സ്ഥാനം നൽകിയിരിക്കുന്നു. പുരാണ കഥകളിൽ ശിവന്റെ വാസസ്ഥലം ഹിമാലയമാണ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ നദിയുടെ അതിദേവതയാകാൻ ഗംഗാദേവി ആകാശത്തു നിന്നു താഴേക്ക് വന്നു. അതിനാൽ ഗംഗാനദി സ്വർഗത്തുനിന്ന് യോഗികളുടെ രാജാവും ത്രിമൂർത്തികളിൽ സംഹാരമൂർത്തിയുമായ ശിവന്റെ ജടയിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുന്നതായി കവിതാത്മകമായി പറയപ്പെടുന്നു. ഭാരതത്തിന്റെ ഷേക്സ്പിയറായ കാളിദാസൻ ഹിമാലയത്തെ ശിവന്റെ പുഞ്ചീഭൂതഹാസമായി വർണ്ണിച്ചു. മഹത്തായ വെളുത്ത പല്ലുകളുടെ ആ നിര വായനക്കാരന് ഒരു പക്ഷേ സങ്കല്പിക്കാൻ സാധിച്ചേക്കും. FW തോമസിന്റെ ദ ലെഗസി ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതുന്നു, പക്ഷേ സ്വർഗത്തിൽ നിന്ന് താഴോട്ടുള്ള വരവിൽ ശിവന്റെ ജടയിൽ കൂടി ഗംഗ കടന്നു പോകുന്ന അത്യുന്നത പർവ്വതഭൂമിയിൽ ശാശ്വതമായി സിംഹാസനസ്ഥനും ചന്ദ്രക്കല മകുടാഭരണമായുള്ളവനുമായ ആ മഹായോഗിയുടെ രൂപം താൻ സാക്ഷാത്കരിച്ചിട്ടില്ല എങ്കിൽ പൂർണ്ണമായ ആശയം ആ വായനക്കാരന് പിടികിട്ടാതെ പോകും. ദിക്കുകളുടെ വസ്ത്രം മാത്രം ധരിച്ചിട്ടുള്ള ദിഗംബരൻ ശിവനെ ഹിന്ദു കലാരൂപങ്ങളിൽ രാത്രിയുടെ കാളിമയുടെയും നിഗൂഢതയുടെയും പ്രതീകമായ കറുത്ത് സൂര്യപടം പോലുള്ള മാൻതോൽ ധരിച്ചിരിക്കുന്നതായി പലപ്പോഴും കാട്ടിയിരിക്കുന്നു. ചില ശൈവ വിഭാഗക്കാർ ഒന്നും സ്വന്തമായില്ലാത്ത എന്നാൽ എല്ലാമുള്ള ആ മഹാപ്രഭുവിനോടുള്ള ആദരവിൽ വസ്ത്രധാരണം വേണ്ടെന്നു വയ്ക്കുന്നു. കാശ്മീരിന്റെ ഭരദേവതമാരിൽ ഒരാളായ 14-ാം നൂറ്റാണ്ടിലെ ലല്ലാ യോഗീശ്വരി ദിഗംബരയായ ഒരു ശിവഭക്തയായിരുന്നു. അതിൽ ധാർമ്മിക രോഷം പൂണ്ട ഒരു സമകാലീനൻ അവർ എന്തിനാണ് നഗ്നത ആചരിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. എന്തുകൊണ്ട് പാടില്ല എന്ന് അവർ ശക്തമായി പ്രതിവചിച്ചു. ഞാൻ ഒരു പുരുഷനെയും ചുറ്റുപാടും കാണുന്നില്ല. ലല്ലയുടെ ഏതാണ്ട് ശക്തവും കർശനവുമായ ചിന്താഗതിയിൽ ഈശ്വര സാക്ഷാത്കാരം ഇല്ലാത്തവൻ പുരുഷൻ എന്ന പേരിന് അർഹനല്ല. ക്രിയായോഗവുമായി അടുത്തു ബന്ധമുള്ള ഒരു അനുഷ്ഠാനം അവർ ആചരിച്ചിരുന്നു. അതിൻ്റെ വിമോചക ശക്തി അവർ നിരവധി ശ്ലോകങ്ങളിൽ പ്രകീർത്തിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ ഇവിടെ പരിഭാഷപ്പെടുത്തുന്നു. ശോകത്തിനമ്ലമേതും കുടിച്ചിട്ടില്ലീ ഞാൻ, എൻ ജനിമൃതി ചക്രങ്ങൾ അസംഖ്യമത്രേ. നോക്കുക മധുവൊന്നു മാത്രമാണൻ ചഷകത്തിൽ, പ്രാണായാമ കലയാലി ഞാനതു പാനം ചെയ്തു. മാനുഷികമായ മരണത്തിന് വിധേയമാകാതെ ആ പുണ്യാത്മാവ് അഗ്നിയിൽ സ്വയം അന്തർദാനം ചെയ്തു. പിന്നീട് തൻ്റെ ദുഃഖിതരായ പൗരജനങ്ങളുടെ മുന്നിൽ ജീവൻ തുടിക്കുന്ന രൂപത്തിൽ സുവർണ വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ പൂർണ്ണ വസ്ത്രധാരിണിയായി തന്നെ